സർ നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. എന്നാൽ ED റെയ്ഡ് ചെയ്ത് മടങ്ങുന്ന സമയത്ത് അവരെ കയ്യേറ്റം ചെയ്യുന്നു, അവർ സഞ്ചരിച്ച വാഹനം തകർക്കുന്നു. ഇതൊക്കെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും അവരുടെ കൃത്യ നിർവഹണത്തിൽ അവരെ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ അന്വേഷണം കേന്ദ്ര അന്വേഷണ ഏജൻസികളായിരിക്കും നടത്തുക എന്നും നമ്മുടെ കേരള പോലീസ് ആയിരിക്കില്ല എന്നുള്ളതെല്ലാം കൃത്യമായി അവിടെ കൂടിയിരുന്നവരിൽ എത്ര പേർക്ക് അറിയാം എന്നുള്ളത് ആലോചിക്കേണ്ട കാര്യമാണ്. ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ചുകൂടി ഒന്ന് പുറകോട്ട് പോകേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഒരു മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പരപ്പര അഗ്രഹാര ജയിലിൽ ഏതാണ്ട് 1.5 വർഷക്കാലത്തിലധികം കിടക്കുകയുണ്ടായി. അന്ന് ബിനീഷ് കോടിയേരിയുടെ വീട് സെർച്ച് ചെയ്യാൻ ED സംഘം എത്തിയിട്ടുണ്ടായിരുന്നു. ബിനീഷ് കോടിയേരിയെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ, അല്ലെങ്കിൽ ബിനീഷ് കോടിയേരി ജയിൽവാസം അനുഷ്ഠിക്കുമ്പോൾ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത്, ED അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി വരുമ്പോൾ അവരുടെ കയ്യിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് നമുക്കറിയില്ല. അതായത് കയ്യിലൊന്നുമില്ലാതെ അവർ വരില്ല എന്നാണ് അതിൻ്റെ വ്യംഗ്യം. അങ്ങനെയെങ്കിൽ അത്തരം കാര്യങ്ങളിൽ സർക്കാരിന് ഇടപെടാൻ സാധിക്കില്ല, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കുമ്പോൾ ഒരു കാരണവശാലും CPM-ൻ്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മറ്റ് ഘടകകക്ഷികളുടെയോ ഒന്നും തെരുവിൽ കുത്തിയിരുന്നുള്ള പ്രകടനം കണ്ടില്ല. ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നത് കണ്ടില്ല. ഇന്നിപ്പോൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 1,72,00,000 രൂപ മാസപ്പടി വാങ്ങി, കോഴ വാങ്ങി എന്നുള്ള കേസിൽ അവരെ ED ചോദ്യം ചെയ്യാനെത്തുമ്പോൾ അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി സംഘടിപ്പിച്ച പ്രതിഷേധ സമരവും EDയെ ഉപദ്രവിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പുറകോട്ട് പോകണമെന്ന് പറഞ്ഞത് ബിനീഷ് കോടിയേരിയുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. ഇന്നിപ്പോൾ വീണ വിജയൻ തത്തുല്യമായൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവരെ ED ചോദ്യം ചെയ്യാൻ വരുമ്പോൾ എനിക്ക് ഇവർ ഏത് തരത്തിലുള്ള സഹായം ഞാനൊരു പ്രതിസന്ധിയിലായപ്പോൾ ചെയ്തു ഇല്ല എന്നുള്ളത് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല എന്നാണ് ബിനീഷ് കോടിയേരി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്. അതായത് മയക്കുമരുന്ന് കേസിൽ എനിക്കെതിരെ ഒരു ആരോപണം വരുന്നു, എനിക്കെതിരെ ED അന്വേഷണം വരുന്നു, എന്നെ പരപ്പന അഗ്രഹാര ജയിലിൽ അടയ്ക്കുന്നു, വർഷങ്ങളോളം ഞാൻ ജയിലിൽ കിടക്കുന്നു. അപ്പോൾ ഈ പാർട്ടിയും ഇപ്പോൾ പാർട്ടിയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയനും MP ഗോവിന്ദനും അടക്കമുള്ള മറ്റ് CPM-ന്റെ സമുന്നതരാരും തന്നെ, ഒരു നേതാക്കളും എനിക്ക് യാതൊരു തരത്തിലുള്ള സഹായവും വ്യക്തിപരമായി ചെയ്തില്ല, സംഘടനാപരമായി ചെയ്തില്ല. എന്നാൽ അതൊന്നും ആലോചിക്കാനും പറയാനുമുള്ള സമയമല്ല ഇത്. എനിക്കെന്ത് ചെയ്തു ചെയ്തില്ല എന്നുള്ള പ്രത്യുപകാര സ്മരണയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധ സ്മരണ എനിക്കിപ്പോഴില്ല. മറിച്ച് CPM എന്ന പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് CPM ഒരു കുടുംബമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുടുംബം CPM കുടുംബമാണ്, അതെൻ്റെയും കുടുംബമാണ്. അതുകൊണ്ട് പിണറായി വിജയന്റെ മകൾക്ക് നേരെ ഉണ്ടാകുന്നൊരു ആരോപണം, അതിന് അല്ലെങ്കിൽ ഒരു അന്വേഷണം, അതിന് പാർട്ടി തലത്തിൽ നിന്നുകൊണ്ടുള്ള പ്രതിരോധം തീർക്കുമ്പോൾ ഞാൻ മുൻനിര പോരാളിയായി ഉണ്ടാകും എന്നാണ് ബിനീഷ് പറഞ്ഞത്. അക്ഷരാർത്ഥത്തിൽ ബിനീഷിന്റെ ആ മുൻനിര പോരാളിയായി ഉണ്ടാകും എന്ന് പറഞ്ഞ ചില പ്രകടനങ്ങളും ചില നീക്കങ്ങളുമാണ് ഇന്നിപ്പോൾ CPM-നെ ഇത്രയധികം വെട്ടിലാക്കിയിരിക്കുന്നത്. ഒരു പരിണിതപ്രജ്ഞനായ സാമൂഹ്യ നിരീക്ഷകൻ, എഴുത്തുകാരൻ എന്നൊക്കെയുള്ള രീതിയിൽ നന്ദകുമാർ സാർ ഇതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, ഒന്ന് വസ്തുതയാണ് പുതിയ പറഞ്ഞ പോലെ ഈ സംഭവത്തിൽ ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞത് ഒരു നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തിയൊന്നുമല്ല. ആദ്യം നമുക്ക് ചിലപ്പോൾ തോന്നുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലും പദപ്രയോഗങ്ങളിലും ശരീരഭാഷയിലും ഒക്കെ തന്നെ നമ്മൾ കണ്ട ഒരു നിഷ്കളങ്കതയുണ്ട്. അത് കൃത്യമായിട്ട് ആസൂത്രിതമാണ്. ഏത് തരത്തിലാണോ കഴിഞ്ഞ ചുരുങ്ങിയ വർഷങ്ങൾക്ക് മുമ്പായിട്ട് തനിക്കെതിരായിട്ട് പിണറായി വിജയൻ നടത്തിയിട്ടുള്ള ചില പരിപാടികളുണ്ട്. അന്ന് പിണറായി വിജയൻ പറഞ്ഞത് കേസിന്റെ വഴിക്ക് പോട്ടെ എന്നാ, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഏതെങ്കിലും വിവരങ്ങൾ ഇല്ലാതെ കണ്ടവര് ഇത്തരത്തിൽ റെയ്ഡ് നടത്താൻ സാധ്യതയില്ലെന്നാ പറഞ്ഞത്. അപ്പൊ അത് തെളിയിക്കുന്നത് ശരിക്കും അതിന്റെ ഒരു ചുരുക്ക്, അത് സ്വന്തം ചെകിട്ടത്ത് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു ബിനീഷ് കോടിയേരി. അവസരം കിട്ടിയ സമയത്ത് കൃത്യമായിട്ട് അദ്ദേഹം വിനിയോഗിച്ചു എന്ന് വേണം നമുക്കിത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ബിനീഷ് കോടിയേരി തനിക്കെതിരായിട്ട്
പിണറായി വിജയൻ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഉന്നയിച്ച അതേ ആരോപണം തന്നെ തിരിച്ചു പ്രയോഗിക്കുകയാണ്. പക്ഷെ മറ്റൊരു ഭാഷയാണ് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ബിനീഷ് കോടിയേരി പറഞ്ഞത് ഈ സമയത്ത് ഇതൊന്നും നോക്കിയേക്കാൻ സമയമില്ല, ഞാൻ CPM-ന്റെ മുന്നണി പോരാളിയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ, CPM-ൽ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് 4 പ്രാവശ്യമായി ബിനീഷ് കോടിയേരി അപേക്ഷ കൊടുത്തിട്ട് 4 വർഷമായി. എല്ലാ വർഷവും തള്ളിക്കളയാണ്. പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ബിനീഷ് കോടിയേരിയുടെ അംഗത്വം തള്ളിക്കളഞ്ഞ അതേ ആളുകൾ തന്നെ ഇന്നിപ്പോ 2026 അദ്ദേഹത്തിന്റെ മെമ്പർഷിപ്പ് പുതുക്കുകയാണ്. സാർ, അവിടെ നമ്മള് പലപ്പോഴും ചില പരസ്യങ്ങളിലൊക്കെ കാണാറുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറഞ്ഞ ചില പരസ്യങ്ങൾ കാണാറുണ്ട്. ഇപ്പോ ബിനീഷ് കോടിയേരിയെ CPM-ന് തിരിച്ചെടുത്തു എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കി കൊടുത്തു എന്ന് പറയുമ്പോൾ, ഈ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് നടന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതൊരു ഉപകാരസ്മരണയായി നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കുമോ? അല്ല, തീർച്ചയായിട്ടും. ഇപ്പൊ തിരുവനന്തപുരം ഇപ്പൊ ഞാൻ പ്രതിയോ പറഞ്ഞതിന്റെ പേര് പറയാണ്, തിരുവനന്തപുരത്ത് അടക്കമുള്ള ചില സ്ഥലങ്ങളിലാണ് വലിയ അക്രമ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ഈ അക്രമ സംഭവങ്ങൾക്ക് പുറകിൽ ആരാണ്? അതൊന്ന് അന്വേഷിക്കേണ്ട വിഷയമാണ്. അതിനകത്ത് ബിനീഷ് കോടിയേരിയുടെ പങ്ക് വളരെ നിഷ്കളങ്കമാണോ? അത് വലിയ സംശയത്തിനിട നൽകുന്നതാണ്. ഒരു പരിധി വരേക്ക് അദ്ദേഹത്തിന് അടക്കമുള്ളവർക്ക് പങ്കുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരഭാഷാ നിലയ്ക്കാണ്. അന്ന് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ച രീതിയുണ്ട്. ആ സംസാരിച്ച രീതിയും അവിടേക്ക് ED വരുന്നതും അവിടെ റിസർച്ച് എൻക്വയറി നടത്തുന്നതും അതിനുശേഷം അവിടെയുള്ള അതിനെ ചില ആളുകൾ പ്രതിരോധിച്ച സാധാരണ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഞാൻ ആദ്യം കണ്ടത് ഗോവിന്ദൻ മാഷ് അടക്കമുള്ള ആളുകൾക്ക് P. ജയരാജൻ പോലും അവിടെ കണ്ണൂരില് കുത്തിയിരിപ്പ് സമരം മാത്രമാണ് നടത്തിയത്. മറിച്ച് തിരുവനന്തപുരത്ത് ചെയ്തത് അങ്ങനെ ആയിരുന്നില്ല. തിരുവനന്തപുരത്ത് ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട ആളുകളും അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ചില ക്രിമിനൽ സംഘങ്ങളും തമ്മിൽ കൂട്ടായുള്ള യജ്ഞം അതായിരുന്നു നടക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ടാണ് ED സംഘത്തിന്റെ കാർ അടിച്ചു പൊളിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ആക്രമിക്കാൻ വേണ്ടി തയ്യാറാവുന്നു. അതേപോലെ തന്നെ ചില ആളുകളുടെ തൊപ്പും പോലീസുകാരുടെ ഹെൽമെറ്റ് ഊരി ബലമായിട്ട് വാങ്ങിച്ചുകൊണ്ട് അത് വലിച്ചെറിയുന്നത് ഈ പറയുന്ന ED ഉദ്യോഗസ്ഥന്മാരുടെ നേർക്കാണ്. ഒരു ED ഉദ്യോഗസ്ഥന് അതിനകത്ത് പരിക്ക് പറ്റുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് കൃത്യമായിട്ട് വളരെ ആസൂത്രിതമാണ്, ഒരു സംശയക്കാര്യത്തിലില്ല. അതിനകത്ത് ആസൂത്രണത്തിന്റെ സംശയമേ ഇല്ല. അത് ഏത് തരത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു പങ്കെടുന്നുള്ളത് മാത്രമാണ് സംശയം. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ പേരില് ഈ തരത്തിൽ ആസൂത്രണങ്ങളെല്ലാം ഉണ്ട്. സ്വന്തം പാർട്ടിക്കാർക്കെതിരായിട്ട് ആസൂത്രണം ചെയ്യുന്ന കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു വലിയൊരു പങ്കാണ് അവർ വഹിച്ചിട്ടുള്ളത്. അത് അവരുടെ ലോക ചരിത്രം തന്നെ അതാണ്. ഞാനത് ഇടയ്ക്ക് പറയാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആരംഭിക്കുന്ന സമയത്ത് ഒരു 4-അംഗ സംഘം എന്നാണ് സ്റ്റാലിൻ അതിന് പേര് കൊടുത്തത്. ഏകദേശം ചൈനയിലെ 4-അംഗ സംഘം പോലെ. ഈ 4-അംഗ സംഘത്തിൽ EMS ഉണ്ടായിരുന്നു, K. ദാമോദരൻ ഉണ്ടായിരുന്നു, ശേഖർ ഉണ്ടായിരുന്നു, P. കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. അതിൽ P. കൃഷ്ണപിള്ള ഏതോ ഒരു പാമ്പ് കടിച്ച് മരിക്കുന്നു. ശേഖർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുപോയിട്ട് നക്സൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചു വരുന്നു. K. ദാമോദരൻ വേദാന്തി ദാമോദരനായിട്ട് മുദ്രകുത്തുന്നു. അവശേഷിക്കുന്നത് സാക്ഷാൽ ഏലംകുളത്തുമലയ്ക്കല് ശങ്കര നമ്പൂതിരിപ്പാട് മാത്രമാണ് അവശേഷിച്ചത്. എന്ന് പറഞ്ഞ പോലെ ഈ പറയുന്ന ആളുകൾക്കൊക്കെ, അതായത് കൃത്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അതിന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും തമ്മിൽ അകലം ഇന്ന് വളരെ വളരെ കൂടിക്കൂടി വരികയാണ്. അവർ ഏത് തരത്തിലാണ് ഇവരെ ആക്രമിക്കുക എന്ന് പറയാൻ വേണ്ടി സാധ്യമല്ല. അങ്ങനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറാക്കുകയും ഒരു കാരണവശാൽ ഈ കേസിൽ വീണ വിജയൻ വിട്ടുപോകരുത് എന്നുള്ള ഒരു നിഷ്കർഷ ബിനീഷ് കോടിയേരിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ളത് നമുക്കൊരു സംശയം പലപ്പോഴും വരാവുന്നതാണ്. സാറിന്റെ ആ നിരീക്ഷണം അത് ഒരിക്കലും തള്ളിക്കളയത്തക്ക രീതിയിലുള്ളതല്ല. കാരണം ഈ CMRL-ഉം എക്സാലോജിക് എന്ന വീണ വിജയന്റെ ഷെൽ കമ്പനിയും തമ്മിൽ നടത്തുന്ന ഈ ഇടപാടുകളെല്ലാം അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ നാട്ടിലുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായി കോഴ വാങ്ങിക്കണം. അത് അച്ഛന് നേരിട്ട് കൊടുക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി അവരുടെ സേവനം ഇവർക്ക് ലഭ്യമാക്കുന്നു എന്നൊരു നറേഷൻ ഉണ്ടാക്കി അങ്ങനെ അഴിമതി രഹിതമായി പണം മേടിക്കുന്നു അല്ലെങ്കിൽ കോഴയല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കി ആ കമ്പനിയിലേക്കാണ് പണം മേടിക്കുന്നത്. ഇത് CMR ഉൾപ്പെടെ ഏതാണ്ട് 11ഓളം കമ്പനികളിൽ നിന്നും ഇവർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതെല്ലാം കൃത്യമായ കണക്കുകൾ സഹിതം പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെയാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്. ഇത്തരം വിഷയങ്ങൾ സീരിയസ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത്. അതായത് 1 കോടി മേലെ രൂപയ്ക്ക് നടക്കുന്ന ഇടപാടുകളെ സീരിയസ് ഫ്രോഡ് ഗണത്തിൽപ്പെടുത്തിയിട്ട് അത്തരം കമ്പനി കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഓർഗനൈസേഷനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ. സാറിന് അതറിയാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല.
ഇത്തരം ഒരു കേസിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടുതൽ പ്രയത്നിക്കുകയും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത് രേഖകളൊക്കെ ഉണ്ടാക്കാൻ മെനക്കെട്ട ഒരാളാണ് BJPയുടെ യുവമുഖമായ ഷോൺ ജോർജ്. അതെ അതെ, തീർച്ചയായും ഷോൺ ജോർജ് ആ കാര്യത്തിൽ ആ കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൽ വീണ വിജയനെതിരെയുള്ള കേസിൽ തന്നെ കൂടി കേൾക്കണം, തന്നെ കൂടി കക്ഷി ചേർക്കണം എന്നാണ് ആ കേസിൽ കക്ഷി ചേരുകയും ചെയ്തു. അങ്ങനെ അവിടെ മുതൽ ഈ ഷോൺ ജോർജിന്റെ വലിയൊരു പ്രയത്നം അതിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് KSIDC എന്ന പൊതുമേഖലാ സ്ഥാപനത്തിന് കിട്ടേണ്ട ലാഭമാണ് ഇതുപോലെ ഈ CMRL എന്ന കരിമണൽ ഖനന കമ്പനിയുടെ അതിൻ്റെ മുതലാളിയായ ശശിധരൻ കർത്തിക്ക് അനധികൃതമായി കരിമണൽ നീക്കം ചെയ്യുന്നതിന്, ഖനനം ചെയ്യുന്നതിനുള്ള അനുവാദം കൊടുക്കുന്നതിലൂടെ പൊതുമേഖലാ സ്ഥാപനത്തിനുണ്ടാകുന്ന നഷ്ടം എനിക്കതിൽ ഷെയറുണ്ട്. ഷോൺ ജോർജ് പറഞ്ഞതാണ്, എനിക്കതിൽ ഷെയറുണ്ട്, എന്നെപ്പോലെ പലർക്കും ഷെയറുണ്ട്. അതുകൊണ്ട് പൊതുജനത്തിന് കിട്ടേണ്ട ലാഭവിഹിതം CMRL പോലുള്ള ഒരു കമ്പനിക്ക് അനധികൃതമായി ഇത് മണൽ ഊറ്റിയെടുക്കുന്നതിന് അനുവാദം കൊടുത്തതിലൂടെ പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം നാടിനുണ്ടാക്കിയിരിക്കുന്നു. ഇത് ഈ CMRL കർത്തയ്ക്ക് ഇത്തരത്തിലൊരു അനുമതി കൊടുക്കുമ്പോൾ കർത്ത പ്രത്യുപകാരമായിട്ട് മകളുടെ അക്കൗണ്ടിലേക്ക് പണം മാസം 5 ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്കും 3 ലക്ഷം വീതം എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലേക്കും കൊടുത്തിരിക്കുന്നു. ഇത് നമ്മുടെ ആദായ നികുതി വകുപ്പിന്റെ ഇൻകം സെറ്റിൽമെന്റ് ബോർഡിലുള്ള റിപ്പോർട്ടാണ്. ഇതിൽ GST അടച്ച് കർത്ത അതിൽ നിന്ന് തലയൂരിയൊക്കെ ചെയ്തെങ്കിലും ആ റിപ്പോർട്ട് ഇപ്പോഴും അവിടെയുണ്ട്. അതേ തുടർന്നാണ് ഇത്തരം അന്വേഷണം പോണത്. അവിടെ അപ്പോൾ ഈ ഷോൺ ജോർജ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിനെ ഇതിൽ ബന്ധപ്പെടുത്തുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള പല വിവരങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിന് ഷോൺ ജോർജിന്റെ പഴയകാല സുഹൃത്തു കൂടിയായ ബിനീഷ് കൊടിയേരി അതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് അക്കാലത്തൊക്കെ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയുണ്ടാവുകയും ആ ചർച്ചയുടെ പുറകിൽ പറഞ്ഞു കേൾക്കുന്ന കാര്യം ഈ ബിനീഷ് കൊടിയേരി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് അത് അദ്ദേഹത്തിന് പങ്കുണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, പക്ഷെ അദ്ദേഹത്തിന് തെളിവുകളൊക്കെ അദ്ദേഹത്തിന് എതിരായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ ഒരു കാരണവശാലും ഈ സർക്കാരിനെ എന്ന് പറഞ്ഞാൽ സർക്കാരിനെ നയിക്കുന്ന പിണറായി വിജയന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു അനുകൂല നിലപാടും ഉണ്ടായില്ല. ഇന്നിപ്പോ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാണിച്ചിരിക്കുന്ന മുഴുവൻ നിയമരാഹിത്യമാണ്. മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിരുന്ന, സ്റ്റേറ്റിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന പിണറായി വിജയൻ അറിയാം എന്താണ് കേന്ദ്ര അന്വേഷണ ഏജൻസി വരുമ്പോൾ അവർക്കെതിരെ പ്രതിരോധം തീർക്കാൻ തെരുവിൽ കുത്തിയിരുന്നാൽ, അവരെ ഉപദ്രവിച്ചാൽ, അവരെ കയ്യേറ്റം ചെയ്തു കഴിഞ്ഞാൽ അത് വലിയ വലിയ ക്രിമിനൽ കുറ്റമാണെന്ന് തീർച്ചയായും പിണറായി വിജയൻ അറിയാം. അങ്ങനെയുള്ള പിണറായി വിജയൻ ആ തെറ്റിന് കൂട്ടുനിൽക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ മകളുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നൊന്നും പറഞ്ഞില്ല. EDയെ അക്രമം ചെയ്ത് കയ്യേറ്റം ചെയ്ത് ED പിരിഞ്ഞു പോയപ്പോൾ പിണറായി വിജയനും കൂട്ടരും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇതിനെ നമ്മൾ പ്രതിരോധിക്കും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇതിനെ പ്രതിരോധിക്കും എന്ന് പറയേണ്ട എന്ത് കാര്യം? പിണറായി വിജയൻ എന്ന നേതാവിനെ ED ചോദ്യം ചെയ്തിട്ടില്ല. പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL നിന്ന് കോഴ വാങ്ങിയ കേസിനാണ് ED അന്വേഷിക്കാൻ വന്നേക്കുന്നത്. മുൻ മുഖ്യമന്ത്രി എന്ന രീതിയിൽ, പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ പിണറായി വിജയനെ ED ചോദ്യം ചെയ്തിട്ടില്ല. പിണറായി വിജയന്റെ മകളായ വീണ വിജയൻ പിണറായി വിജയന്റെ ഒപ്പം താമസിക്കുന്നതിന്റെ പേരിൽ, ആ വീട്ടിൽ പിണറായി വിജയൻ ഉണ്ടായതിന്റെ പേരിലാണ് ആ റെയ്ഡിൽ പിണറായി വിജയൻ പെട്ടുപോയത്. അല്ലാതെ പിണറായി വിജയനെ തേടിയല്ല ED വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനെയും നമ്മൾ പ്രതിരോധിക്കും എന്ന് പിണറായി വിജയൻ പറയുമ്പോൾ മകൾ നടത്തിയിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടിൽ ഈ CPM പോലുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളെ തെരുവിലേക്ക് ഇറക്കി ഇങ്ങനെ ഒരു പ്രതിരോധം തീർക്കുകയും ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്യുമ്പോൾ അത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പറഞ്ഞ പിണറായി വിജയനെ പറ്റി ഏറ്റവും വലിയ പിശക് തന്നെയാണ്. അവിടെ ആൾക്കൂട്ടം കണ്ട് മതി മറന്ന് എന്താണ് മകളുടെ പുത്രവാത്സല്യത്താൽ നീതി നിയമമെല്ലാം പിണറായി വിജയൻ മറന്നുപോയി. ഇതാണ് ബിനീഷ് കൊടിയേരി അവിടെ കൃത്യമായി തന്നെ ഓർമ്മിപ്പിച്ചത്. അല്ലെങ്കിൽ തനിക്കെതിരെ പണ്ട് നടന്നിട്ടുള്ള ആ നീക്കങ്ങൾ തനിക്ക് അനുകൂലമായൊരു നിലപാട് എടുക്കാതിരുന്നതിൻ്റെ പേരിൽ കിട്ടിയ അവസരത്തിൽ ബിനീഷ് കൊടിയേരി പിണറായി വിജയന് അനുകൂലമായി പ്രതികരിച്ചു എന്നുള്ളതാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത്. ഇന്നിപ്പോ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ള ആളുകൾ പറയുന്നത് ആരൊക്കെയോ അക്രമകാരികളായ ആളുകൾ CPMന്റെ ഈ പ്രതിഷേധ സമരത്തിൽ കടന്നുകൂടുകയും അവരാണ് യാതൊരു തരത്തിലുള്ള അനുവാദവും കൂടാതെ അല്ലെങ്കിൽ മുന്നറിയിപ്പും കൂടാതെ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് എന്ന് പറയുമ്പോൾ ബിനീഷ് കൊടിയേരിയുടെ ഒപ്പം കൂടുതൽ ആളുകൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു ദുസ്സൂചന അതിൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. നമ്മളത് പറയാൻ തയ്യാറില്ല. പക്ഷേ ചില നീക്കങ്ങൾ കാണുമ്പോൾ അങ്ങനെയും ചില ഒരു സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഇതില് എന്താണ് സാറിന്? അല്ല, തീർച്ചയായിട്ടും അതിന് വളരെ സാധ്യതയുണ്ട്. കാര്യം ഇപ്പൊ നമ്മൾ പലപ്പോഴും ധരിക്കുന്ന പോലെ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ഒന്നൊക്കെ ഈ പറയുന്ന ഒരു ഏകശിലാരൂപമൊന്നുമല്ല.
അതിനകത്ത് ജനാധിപത്യമില്ല, അതിനകത്തൊരു മതേതരത്വമില്ല. കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യുന്ന ചില ആളുകൾക്ക് എന്റെ ചുമതലയിൽ വരാം. ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാലേ, എനിക്ക് ആ വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല, 971 മറ്റാണ്. അന്ന് ഫിലിപ്പം പ്രസാദ് SFIയുടെ സംസ്ഥാന അധ്യക്ഷനായി. എങ്ങനെയായത്? അന്ന് ഔദ്യോഗിക പാനലിലെ സെക്രട്ടറി അധ്യക്ഷനാരായിരുന്നു, വേറെ ആളായിരുന്നു. ആ ഔദ്യോഗിക പാനലിനെ തോൽപ്പിച്ചുകൊണ്ട് പാലക്കാട് നടന്ന SFIയുടെ സമ്മേളനത്തില് EMS അടക്കമുള്ള ഔദ്യോഗിക പക്ഷത്തിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് ഫിലിപ്പം പ്രസാദാണ്. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതൊരു വാർത്തയല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ കേൾക്കുന്ന സമയത്ത് ഈ സാധനം ഭയങ്കര അച്ചടക്കമുള്ളതാണ്, വലിയ അച്ചടക്കമുള്ള പ്രസ്ഥാനമാണ്. ഇതിനകത്ത് നേതാവ് തീരുമാനിക്കുന്നത് മാത്രമാണ് നടക്കുക. ബാക്കിയുള്ളവരൊക്കെ ഇതിനകത്ത് ഏറാമൂടികൾ മാത്രമാണ്. അത് ഏറാമൂടികൾ മാത്രമാണെന്നുള്ളത് ശരിയാണ്, മിക്കവാറും ആളുകൾ ബിലോ ആവറേജ് ആണെന്നുള്ളതും വസ്തുതയാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഈ നേതാക്കന്മാരെ പോലും തിരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ആവശ്യമാണെന്ന് പറയാനുള്ള കരുത്തുള്ള ആളുകൾ പാർട്ടിയിലുണ്ട്. ഇപ്പൊ എനിക്കറിയാവുന്ന പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിടുന്നതിന് മുമ്പായിട്ട് തയ്യാറാക്കിയ പുസ്തകം അത് നേതൃത്വം അണികൾ നേതൃത്വത്തെ തിരുത്തണം എന്ന് പറയുന്ന പുസ്തകം. അങ്ങനെ നേതൃത്വത്തിനെതിരായിട്ട് ശക്തമായ രീതിയിൽ അണികളാണ് തിരുത്തേണ്ടത് എന്ന് പറയാൻ സാധിക്കുന്ന രീതിയിലുള്ള കഴിവുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ചില ആളുകളുടെ കയ്യിലാണ് ഉള്ളത്. അത് പിണറായി വിജയന്റെ കയ്യിലാണ്, അത് ഗോവിന്ദൻ മാഷ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ്, MAVV ആണ് അതിന്റെ കേന്ദ്രത്തില് ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്നത്. ഈ പറയുന്ന ആളുകൾക്കൊന്നും ജനങ്ങളുമായിട്ട് താരതമ്യേന ബന്ധമൊന്നുമില്ല. ഇവർക്ക് ജനങ്ങളായിട്ട് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങളൊന്നും ഇവർക്ക് മനസ്സിലാവില്ല. ആ ജനങ്ങളുടെ വിഷയങ്ങളോ പാർട്ടി അണികളുടെ വിഷയങ്ങളോ മനസ്സിലാക്കാൻ സാധ്യമല്ലാത്ത പിണറായി വിജയന് കൂട്ടരേക്കുള്ളത് അവർക്കറിയാവുന്ന അക്രമത്തിന്റെ ഭാഷയാണ്. നമ്മൾ ആലോചിച്ചു, പിണറായി വിജയന്റെ രാഷ്ട്രീയ പ്രവേശനം തുടങ്ങിയിട്ടതാണ്. പാവപ്പെട്ട തയ്യൽ തൊഴിലാളിയെ പ്രവൃത്തി ചെയ്യുന്ന സ്ഥലത്ത് കയറിയിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയ കേസില് 1-ാം പ്രതിയാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനാണ് ഇന്നിപ്പോ പാർട്ടി അണികളുടെ അച്ചടക്കം ഉണ്ടാവണമെന്നൊക്കെ പറയുന്നത്. അവരിത് എവിടെന്നാ അവർ കേൾക്കുക സാധനം? അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അവർക്ക് ഒരു കാരണവശാലും ഈ തരം ഒരു ജനാധിപത്യ സംവിധാനങ്ങളിൽ അവർക്ക് വിശ്വാസമില്ല. വിശ്വാസമില്ലാതിരുന്നതിന്റെ പേരില് സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇതിനകത്ത് ബിനീഷ് കോടിയേരി വലിയ റോളാണ് എടുത്തത്. ഇതിനകത്ത് ഈ ഗുണ്ടകളെ കൊണ്ടുവന്ന കാര്യത്തിൽ ബിനീഷ് കോടിയേരിക്ക് പങ്കുണ്ടോന്ന് അന്വേഷിക്കേണ്ടതാണ്. എനിക്ക് മറ്റൊന്നും കൂടി തോന്നിയത്, ബിനീഷ് കോടിയേരിക്ക് എങ്ങനെയാണ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തത്? 4 പ്രാവശ്യം ചോദിച്ചിട്ട് കൊടുക്കാത്ത മെമ്പർഷിപ്പ് 5-ാമത്തെ പ്രാവശ്യം പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തോ ഒന്ന് ഭയപ്പെടാൻ വേണ്ടിയിട്ട് പിണറായി വിജയനുണ്ട്. ആ ഭയം കൊണ്ടാണ് പിണറായി വിജയൻ ബിനീഷ് കോടിയേരി കൂടെ നിർത്തുന്നത്. നമുക്കറിയാലോ, ആ ബിനീഷ് കോടിയേരിയുടെ വീട്ടിലാണ് അന്ന് ടി കെ ഗോവിന്ദൻ പോയത്. TK ഗോവിന്ദൻ പോയ സമയത്ത് പാർട്ടി വലിയ പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി, വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി. ആ സമയത്ത് ബിനീഷ് കോടിയേരി മിണ്ടിയില്ല. ബിനീഷ് കോടിയേരിയുടെ അമ്മ പറഞ്ഞെങ്കിൽ എന്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ അവർ സ്വീകരിക്കും, അങ്ങനെയാ അവര് പറഞ്ഞത്. പക്ഷെ ക്രമേണ ഒരു പാർട്ടി സ്വീകരിച്ചു. TK ഗോവിന്ദന്റെ വരവിനെ ബിനീഷ് കോടിയേരി സ്വീകരിച്ചതുപോലെ, ബിനീഷ് കോടിയേരിയുടെ അമ്മ സ്വീകരിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അത് അറിഞ്ഞില്ല എന്നുള്ള മട്ടില് ഒരു നയം സ്വീകരിച്ചു. ഇന്ന് മാത്രമല്ല, TK ഗോവിന്ദനെ സ്വീകരിച്ച ഇന്ന് പിണറായി വിജയന്റെ വീട്ടുകാർക്കിട്ട് നല്ല പണി കൊടുത്ത ശ്രീമാൻ ബിനീഷ് കോടിയേരിക്ക് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ അംഗത്വം കൊടുത്ത് അദ്ദേഹത്തെ കൂടി പാർട്ടിയിലേക്ക് ചേർക്കുന്ന രീതിയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നതാണ് വസ്തുത. എന്തായാലും മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇത്തരം പ്രകടന കോലാഹലങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഒരു നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും. അത് ആർക്കൊക്കെ ആരുടെയൊക്കെ നേരെ നീണ്ടു ചെല്ലും എന്നുള്ളത് നമുക്ക് വഴിയെ തീർച്ചയായും കാത്തിരിക്കാം.